ചോദിക്കുന്ന വില കൊടുത്തിട്ടാണ് വാങ്ങുന്നത്. ഇത് ഭംഗി മാത്രമല്ല, അവിടെ നിന്ന് എനിക്ക് തരുന്നവരടുത്ത് ഞാൻ ചോദിക്കുന്നവരടുത്തൊക്കെ പറയുമ്പോൾ കളറ് എന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഞാൻ ഈ സാധനത്തിന് ഇവിടെ നിർത്തി ഞാനൊന്ന് പരീക്ഷിച്ചതാ. ഇതിനെന്താന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ നമ്മുടെ സാധാരണ HF പിടിച്ച് കുറച്ചു നേരം വെയിലത്ത് നിർത്തുമ്പോൾ നല്ല അണപ്പ് കാണിക്കും. പക്ഷെ ഇവൻ എത്ര സമയം വെയിലത്ത് നിന്നാലും അണപ്പും ഇല്ല, പാലും ഉണ്ട്. ഇത് കടിഞ്ഞല്ലോ, പല്ല് വെച്ചിട്ടില്ല. ഇവളിനി പ്രസവിക്കാനായിട്ട് ഒരു മാസം. നല്ല സൈസ് പല്ല് വെക്കാത്ത കുട്ടിയാണ്, ഒറിജിനൽ മോഴ. അതുപോലെ തന്നെ ഒരാളും കൂടി ഉണ്ട്. പുറത്തിറങ്ങിയ സന്തോഷത്തിൽ ഓടി കളിക്കുക. പ്രായം കുറവാണോ? രണ്ടാളും ഒരേ പ്രായം. പക്ഷെ അവൾക്ക് ഇനി ഒരു 3 മാസം ഉണ്ട്. അത്രയും ഗ്യാപ്പ് ഉണ്ടല്ലേ? പിടിച്ചു നിർത്തി വീഡിയോ എടുക്കാൻ ഇത്തിരി റിസ്ക് ആണ്. നല്ല ഭംഗിയാണ്. അതെ അതെ, നല്ലൊരു കളറല്ലേ? ഇതിനി ഒരു 2-3 മാസം ഉണ്ടല്ലേ? 3 മാസം എന്തായാലും. അപ്പൊ നമുക്ക് ചൂടുള്ള കാലാവസ്ഥക്കൊക്കെ ആയാലും അടിപൊളി സാധനം അല്ലേ? നല്ല ഭംഗി. ഇതുപോലൊരു പശു നമ്മുടെ ഫാമിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഐശ്വര്യം അല്ലേ? ഇപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, കടിഞ്ഞൂൽ പശുക്കൾ മാത്രമായിട്ട് എടുക്കുന്ന ഒരുപാട് ഫാമുകളുണ്ട്. അവർക്ക് ഒരിക്കലും അവരുടെ ഡീറ്റെയിൽസ് പുറത്ത് പറയാൻ അവർക്ക് താല്പര്യമില്ല. 80 പശുക്കൾ, 90 പശുക്കൾ, 60 ഇങ്ങനെയൊക്കെ രീതിയിൽ വന്ന് നമ്മളുടെ കയ്യിൽ നിന്ന് ഒരു മാസത്തിൽ 10-15 വെച്ചിട്ടൊക്കെ കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. പക്ഷെ അവർക്ക് ഒരിക്കലും ക്യാമറയുടെ മുമ്പിൽ വരാനോ അല്ലെങ്കിൽ അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ലേശം വില കൂടുതലാണ്. സാധാരണ പശുക്കളില്, സാധാരണ HF പശുക്കളിലും വെച്ചിട്ട് ലേശം വില കൂടുതലാണ്. പക്ഷെ ഞാൻ ആദ്യം പ്രതീക്ഷിച്ചത്, ഞാൻ അവിടെ തമിഴ്നാട്ടിൽ ചോദിച്ചപ്പോ അവര് പറഞ്ഞതും എന്റെ അടുത്ത് എന്താണ്, കളറും കൊണ്ടാണ് ഇത്ര വില, കളറും കൊണ്ടാണ് ഇത്ര വില. പക്ഷെ ഞാൻ പരീക്ഷിച്ച് മനസ്സിലാക്കി. ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ട് ഞാൻ ഒരു അഭിപ്രായം പറയുള്ളൂ, ഒരു അഭിപ്രായം നമ്മൾ പറഞ്ഞു കൊടുക്കുള്ളൂ. അപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പൊ ഇവര് രാവിലെ നിൽക്കാൻ തുടങ്ങിയതാ. ഇത്ര നേരം വെയിലത്ത് നിന്നിട്ട് ഇതായി തുള്ളിക്കളിക്കലുണ്ട്, കണ്ടോ? കാര്യങ്ങളൊന്നുമില്ല. ഇവനിപ്പോ വേറെ നമ്മുടെ ഏത് HF ആണെങ്കിലും ജേഴ്സി ആണെങ്കിലും ഈ വെയിലത്ത് എന്തായാലും ഒരു അണപ്പ് കാണിക്കും. ഒരു കർഷകൻ വന്നാ എന്റെ അടുത്ത് പശു ഇല്ലാന്ന് പറഞ്ഞ് വേറെ എവിടേക്കും പോകാൻ പാടില്ല. അവന്റെ ബഡ്ജറ്റിൽ പറ്റിയ എന്തായാലും ലോ ബഡ്ജറ്റ് ഉണ്ടാവില്ല. 65 മുതൽ മുകളിലോട്ടുള്ള പശുക്കളുണ്ട്. 65 മുതൽ ഒരു 140 വരെ ഉള്ളതുണ്ട്. അപ്പൊ ഈ 2 പശുക്കള് ഇതിന് പ്രത്യേകിച്ച് പേരെന്തെങ്കിലും ഒന്നുമില്ലല്ലോ? ഇത് പേര് വേണമെങ്കിൽ ആർക്കും എന്ത് വേണമെങ്കിലും വിളിക്കാം. കളറ് നല്ല നൈസ് കളറാണ്. അപ്പൊ അതുപോലെ തന്നെ രോഗപ്രതിരോധശേഷി ഉണ്ട്, എല്ലാ കാലാവസ്ഥയ്ക്കും പറ്റും, പാലും അത്യാവശ്യമുണ്ട്, നല്ല ഭംഗിയാണ് കാണാൻ. അതാണ് ഈ ഒരു ബ്രീഡിന്റെ, ഈ ഒരു പശുവിന്റെ പ്രത്യേകത. അപ്പൊ ഇതുപോലുള്ള പശുക്കൾ ആവശ്യക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫാമിൽ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ സ്മിതയുടെ നമ്പർ ഉണ്ട്, കോൺടാക്ട് ചെയ്യാം അല്ലേ? അതെ, തീർച്ചയായും. വേനൽക്കാലത്തൊക്കെ നമ്മൾ ഇങ്ങനത്തെ പശു എടുത്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണ്. ഓക്കെ.